26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. 20% E20 പെട്രോൾ ചേർത്താണ് ഇന്ത്യയിൽ ഇന്ന് പെട്രോൾ വിതരണം ചെയ്യുന്നത്. അതായത് 1 ലിറ്റർ പെട്രോൾ വാങ്ങുമ്പോൾ അതിൽ 5 ഭാഗവും കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന എഥനോൾ ആണുള്ളത്. ഇതിനൊപ്പം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 താഴെയാണ്. ഇത്രയൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പെട്രോൾ വില കുറയുന്നില്ല. ഇതോടെ കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും ചേർന്ന് പൊതുജനങ്ങളെ കൊള്ളയടിക്കുകയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. എഥനോൾ ചേർത്ത് പെട്രോൾ വിപണിയിൽ ഇറക്കുന്നത് പെട്രോൾ വില കുറച്ച് നൽകാനല്ലെന്നും മറിച്ച് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനാണെന്നും മന്ത്രാലയം പറയുന്നു. ഒപ്പം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും വിശദീകരണമുണ്ട്. നിലവിലെ വിപണി സാഹചര്യത്തിൽ E20 പെട്രോളിന് സാധാരണ പെട്രോളിനേക്കാൾ നിർമ്മാണ ചെലവ് കൂടുതലാണെന്ന് മന്ത്രാലയം പുറത്തുവിട്ട ഫാക്ട് ഷീറ്റിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ക്രൂഡ് ഓയിൽ വില $50 എത്തിയാലും പെട്രോൾ വിലയിൽ കുറവുണ്ടാകില്ലെന്ന് ചുരുക്കം. ഇനി എണ്ണ കമ്പനികളുടെ സാമ്പത്തിക ശാസ്ത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയിൽ കുറവുണ്ടാകുമ്പോൾ പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് കമ്പനികൾക്ക് ലാഭമല്ല നൽകുന്നത്, മറിച്ച് നഷ്ടമാണ് ഉണ്ടാകുന്നത്. ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ വില ദിവസവും മാറുകയാണ് പതിവ്. എന്നാൽ കർഷകർക്ക് കൃത്യമായ വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ എഥനോളിന് ഒരു നിശ്ചിത വില നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ചോളത്തിൽ നിന്ന് നിർമ്മിക്കുന്ന 1 ലിറ്റർ എഥനോളിന് ഏകദേശം 71.86 രൂപ എന്ന നിരക്കിലാണ് സർക്കാർ വാങ്ങുന്നത്. ഇതിനു പുറമെ GST, ട്രാൻസ്പോർട്ടേഷൻ, സംഭരണ ചെലവുകൾ എന്നിവ വേറെയുമുണ്ട്. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ ബാരലിന് $70 ആണ് വിലയെങ്കിൽ ഈ നിരക്കിൽ ശുദ്ധമായ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കമ്പനികൾക്ക് ചെലവാണ് 71 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള എഥനോൾ വാങ്ങി പെട്രോളിൽ ചേർക്കുന്നത്. അതിനാൽ തന്നെ എഥനോൾ ചേർത്തതുകൊണ്ട് മാത്രം പെട്രോളിന്റെ ഉൽപ്പാദന ചെലവ് കുറയുന്നില്ലെന്നാണ് കമ്പനികൾ പറയുന്നത്. അതേസമയം ഭാവിയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുകയാണെങ്കിൽ എഥനോൾ ചേർത്ത പെട്രോൾ വലിയ ലാഭകരമായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ സാധാരണ പെട്രോളിനേക്കാൾ കുറഞ്ഞ ചെലവിൽ E20 പെട്രോൾ നിർമ്മിക്കാം. അങ്ങനെയെങ്കിൽ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്നതാവും അടുത്ത ചോദ്യം. പെട്രോൾ വില പെട്ടെന്ന് കുറയില്ലെങ്കിലും ആഗോള പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പെട്രോൾ വില കുത്തനെ കൂടാതെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താൻ ഈ എഥനോൾ ബ്ലെൻഡിംഗ് സഹായിക്കുമെന്നാണ് സർക്കാർ നിരത്തുന്ന വാദം. 1 ലിറ്ററിന്റെ 20% ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റം നമ്മളെ പൂർണ്ണമായി ബാധിക്കില്ലെന്നും മന്ത്രാലയം പറയുന്നു. പക്ഷേ വില കുറയുന്ന സാഹചര്യത്തിൽ പെട്രോൾ വില കുറയുകയുമില്ലെന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കേന്ദ്രം നിരത്തുന്ന കണക്കുകൾ പ്രകാരം 5.58% മാത്രമാണ് 2022 ജൂൺ മുതൽ 2026 ജൂൺ വരെയുള്ള 4 വർഷത്തിനിടയിൽ ഡൽഹിയിൽ പെട്രോളിന് വർദ്ധിച്ചിട്ടുള്ള വില. ഇതേ കാലയളവിൽ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ പെട്രോളിന് വലിയ രീതിയിൽ വില ഉയർന്നിട്ടുണ്ടെന്നും പറയുന്നു. എഥനോൾ ചേർത്തതുകൊണ്ടാണെന്നാണ് ഇന്ത്യയുടെ ഈ പ്രതിരോധം സാധ്യമായതെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. ഈ പദ്ധതിയിലൂടെ ഇതുവരെ വലിയ നേട്ടങ്ങൾ ഉണ്ടായതായാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എണ്ണ ഇറക്കുമതി കുറച്ചതിലൂടെ 1.97 ലക്ഷം കോടിയിലധികം രൂപയുടെ വിദേശ നാണയം രാജ്യം ലാഭിച്ചുവെന്നും എഥനോൾ വാങ്ങിയതിലൂടെ 1.66 ലക്ഷം കോടിയിലധികം രൂപ രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിയെന്നും കേന്ദ്രം പറയുന്നു. അതോടൊപ്പം 316 ലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിലിന്റെ ഉപയോഗം കുറയ്ക്കാനും ഏകദേശം 952 ലക്ഷം മെട്രിക് ടൺ കാർബൺ ഉദ്വമനം ഇല്ലാതാക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ പെട്രോൾ വില കുറയ്ക്കാൻ എഥനോൾ സഹായിക്കില്ലെങ്കിലും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ വിലക്കയറ്റത്തിൽ നിന്നും ഇന്ധനക്ഷാമത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ E20 പെട്രോളിന് സാധിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.